അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഇനി സൂറത്ത് നജ്മിലെ രണ്ടാമത്തെ ആയത്ത് വന്നജ്മി ഇദാ ഹവ. സൂറത്ത് തുടങ്ങണ അങ്ങനെയാണ്, വന്നജ്മി ഇദാ ഹവ, നക്ഷത്രത്തെ കൊണ്ട് സത്യം, ഇദാ ഹവ അത് പൊലിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ അസ്തമിക്കുമ്പോൾ, മാലല്ല സാഹിബുക്കും വമാ ഗവ, നിങ്ങളുടെ കൂട്ടുകാരൻ അയാൾ വഴിതെറ്റിയിട്ടില്ല, വമാ ഗവ അദ്ദേഹത്തിന് ഭ്രംശം സംഭവിച്ചിട്ടുമില്ല, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പിഴവുകളിൽ അദ്ദേഹം ചെന്നുപെട്ടിട്ടുമില്ല. വമാ യന്തിഖു അനിൽ ഹവ, അദ്ദേഹം സ്വയം ഉരിയാടുന്നില്ല. ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹ, ഇത് അള്ളാഹുവിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന വഹയ് സന്ദേശം മാത്രമാണ്. ആ സന്ദേശമാണ് അദ്ദേഹം നിങ്ങളെ കേൾപ്പിക്കണമെന്നാണ്. ഇവിടെയാണ് ജബ്ബാർ താൻ പലപ്പോഴും നേരത്തെയുള്ള ജബ്ബാറിൻ്റെ ഖുർആൻ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഇവിടെയും ആവർത്തിക്കുന്നത്. ഇവിടെ മാ സാഹിബുക്കും മാലല്ല സാഹിബുക്കും വമാ ഗവ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ആരോഗ്യ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്, ബുദ്ധിപരമായിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് സ്വയം സമർപ്പിക്കുകയാണെന്ന്. ഇത് ജബ്ബാർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ജബ്ബാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ഒരാൾ എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിൽ നിന്ന് വഹയ് എന്ന് പറയുന്ന സംഗതിയും ജബ്ബാർ അംഗീകരിക്കൂല. പക്ഷേ ഇവിടെ ഒരു വസ്തുത ഉള്ളത്, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരൊക്കെയോ പഠിപ്പിച്ചിട്ടുള്ളതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നൊക്കെയാണ് ജബ്ബാർ പറയുന്നത്. ഇത് ജബ്ബാറിൻ്റെ മാത്രം അഭിപ്രായവുമല്ല. ഈ ഖുർആൻ അവതരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികളായിരുന്ന ആളുകൾ, മക്കയിലുള്ള ആളുകൾ, അതുപോലെ മദീനയിലുള്ള ജൂതന്മാരെ പോലുള്ള ആളുകളൊക്കെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണിത്. ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഈ ആരോപകരെ സംബന്ധിച്ചിടത്തോളം അവർ ബാഹ്യമായിട്ട് അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോഴും അവരെ ഉള്ളാലെ വിശ്വസിച്ചിരുന്നൊരു സംഗതിയുണ്ട്. അത് ചിലപ്പോഴെങ്കിലും സ്വന്തക്കാരോട് അവർ പറഞ്ഞിട്ടുമുണ്ട്. ഈ ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ കൃതിയല്ല എന്നതാണ് അന്നത്തെ നിഷേധികളായിട്ടുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവർ വിശ്വസിച്ചിരുന്നതും അവർ സ്വകാര്യ സംഭാഷണങ്ങളിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ടുള്ളതും. പക്ഷേ ബാഹ്യമായിട്ട് അവർ പറയുമ്പോൾ എന്ത് പറയും? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുക എന്നുള്ളത് അവർ ജബ്ബാറിനെ പോലെ തന്നെ ജീവിതധർമ്മമായിട്ട് കരുതിയിട്ടുള്ളൊരു സംഗതിയാണ്. എങ്ങനെയെങ്കിലും ഇതിനെ പൊളിച്ചടക്കണം എന്നതാണ് അവരും ആഗ്രഹിച്ചിരുന്നത്, ജബ്ബാറിനെ പോലെ തന്നെ. അതുകൊണ്ട് അവരുന്നയിച്ചിരുന്ന സംഗതിയാണ് മുഹമ്മദ് വഴിതെറ്റിപ്പോയി. ഈ മുഹമ്മദ് വഴിതെറ്റിപ്പോയി എന്ന് പറയുന്നത് മക്കയിലെ ആളുകൾ എന്തിൽ നിന്ന് വഴിതെറ്റി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ജബ്ബാറിനെ സംബന്ധിച്ച് ജബ്ബാർ ഒരു യുക്തിവാദിയാണെങ്കിൽ, ദൈവനിഷേധിയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ജബ്ബാറിനെ പോലുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്തിൽ നിന്ന് വഴിതെറ്റി എന്നാണ് മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ പറഞ്ഞിട്ടുള്ളത് എന്ന് ചിന്തിക്കണം. അവർ കൈക്കൊണ്ടിരുന്ന അന്ധവിശ്വാസങ്ങൾ, അതുപോലെ തന്നെ സൃഷ്ടിപൂജ, ഇതിൽ നിന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിതെറ്റിയെന്ന് അവരാരോപിച്ചിരുന്നത്. പാരമ്പര്യ മതം, അതായത് തങ്ങളുടെ പൂർവികന്മാർ കൈക്കൊണ്ടിരുന്ന മതവിശ്വാസങ്ങളിൽ നിന്ന്, ആചാരങ്ങളിൽ നിന്ന്, അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ മുഹമ്മദ് വഴിതെറ്റിയിട്ട് മുഹമ്മദ് പുതിയൊരു മതവുമായിട്ട് വന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പുതിയൊരു ചിന്താഗതിയും ഒരു ജീവിത രീതിയായിട്ട് വന്നിട്ടുള്ളതാണ് എന്നതാണ് അവരുടെ വാദം. അവിടെയാണ് അവർ മുഹമ്മദ് വഴിതെറ്റിപ്പോയി എന്ന് പറയുന്നത്. എന്നാൽ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിങ്ങളും ഒക്കെ വഴിതെറ്റിയെന്ന് പറയുന്നതോ? അപ്പോൾ ജബ്ബാർ ഇവിടെ യഥാർത്ഥത്തിൽ അനുകൂലിക്കുന്നത് യുക്തിവാദത്തെ അല്ല, യുക്തിവിരുദ്ധതയെയാണ്. അതായത് തനി അന്ധവിശ്വാസവും അനാചാരവും വച്ചു പുലർത്തിയിരുന്ന ഒരു സമൂഹത്തെ
അനുകൂലിച്ചുകൊണ്ട് അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞ സംഗതി നിരാകരിക്കുകയാണ് ഇവിടെ ജബ്ബാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജബ്ബാർ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം സർട്ടിഫിക്കറ്റ് നൽകുകയാണ് എന്ന് അർത്ഥരഹിതമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ അള്ളാഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. തൻ്റെ ജനതയിലെ ശത്രുക്കൾ തന്നെ സംബന്ധിച്ച് പറഞ്ഞു വരുത്തുന്ന മുഹമ്മദ് വഴിതെറ്റിപ്പോയി എന്ന് പറയുന്ന ഈ വാദഗതിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആൾ വഴിതെറ്റിയിട്ടില്ല, അദ്ദേഹം നിങ്ങൾക്ക് സന്മാർഗം നൽകാനാണ് വന്നിട്ടുള്ളത്, അതാണ് അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സ്ഥാപിക്കുകയാണ് യഥാർത്ഥത്തിൽ മാ നല്ല സാഹിബുക്കും ഒമാ ഗവ എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതങ്ങനെയാണ് താനും. കാരണം അവിടെ വിഗ്രഹപൂജയുടെ തജ്ജന്യമായിട്ടുള്ള ഒരുപാട് വേണ്ടാതനങ്ങളും അതുപോലെ തന്നെ സാംസ്കാരികമായും മറ്റുമുള്ള വിഴുപ്പുകൾ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത്. ഇതിൻ്റെയൊക്കെ ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിതെറ്റിപ്പോയി എന്ന് പറയുന്നത്. അപ്പോൾ സന്മാർഗ ദുർമാർഗങ്ങൾ, സത്യവും അസത്യവും തമ്മിലുള്ള സംഘട്ടനത്തിൽ ആരുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. യുക്തിവാദികളെ സംബന്ധിച്ച് ഒന്നുമില്ലെങ്കിൽ അവർ ഈ അസത്യത്തിൻ്റെ, അവർക്കും യഥാർത്ഥത്തിൽ വിഗ്രഹപൂജ അല്ലെങ്കിൽ സൃഷ്ടിപൂജ, അതിനെ തുടർന്നുള്ള ആരാധനകൾ, അതുപോലെ തന്നെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളിലൊന്നും അവർക്കും വിശ്വാസമില്ല എന്നൊക്കെയാണ് അവർ പറയാറുള്ളത്. അപ്പോൾ അതവർ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ അവർ നിൽക്കേണ്ടത് തങ്ങൾക്ക് ദൈവത്തിൻ്റെ അസ്തിത്വവും വഹയൊന്നും അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും യഥാർത്ഥത്തിൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷത്താണ് ശരിയെന്നെങ്കിലും അംഗീകരിക്കാനുള്ള മനസ്സവർക്കുണ്ടാകണമായിരുന്നു. അതവർക്കില്ല എന്നുള്ളതാണ് ജബ്ബാർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ അവർ യഥാർത്ഥത്തിൽ തങ്ങളുടെ ബുദ്ധിയെ, യുക്തിയെ അല്ല ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അവർ യുക്തിവാദികളാണെന്ന് വാദിച്ചുകൊണ്ട് തങ്ങൾ യുക്തിക്കനുസരിച്ചാണ് ചിന്തിക്കുന്നത് എന്ന് പറയുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ എതിർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് അവർ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ജബ്ബാറിനെ പോലുള്ള യുക്തിവാദികളും ശ്രീരാമനെ പോലുള്ള അതുപോലെ ആരിഫ് ഹുസൈനെ പോലുള്ള നാസ്തികന്മാർ, എക്സ് മുസ്ലിങ്ങൾ തുടങ്ങി ഇവരൊക്കെ ഇസ്ലാമിനെതിരിൽ, അതും നേരത്തെ തന്നെ ഇസ്ലാമിനെതിരിൽ ശത്രുത പുലർത്തിയിട്ടുള്ള സംഘികൾ, അതിൽ ഹിന്ദുത്വ സംഘികളുണ്ട്, അതുപോലെ ക്രിസംഘികളുണ്ട്, അതുപോലുള്ള എല്ലാവരും ഉണ്ട്. ഇവരുടെയൊക്കെ ഈ കൂട്ടായ്മയിൽ ചേക്കേറിയിട്ട് ഇസ്ലാമിനെ എതിർക്കുകയും വിമർശിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ ഇവർ യുക്തിയോ ബുദ്ധിയോ ഉപയോഗിച്ചുകൊണ്ടല്ല സംഗതികൾ കൈയാളുന്നത് എന്നതാണ്. അതുകൊണ്ടാണ് സാമാന്യ ബുദ്ധിക്ക് ഖുർആൻ മനസ്സിലാവില്ല എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു സാമാന്യ ബുദ്ധി നല്ല സാഹിബുക്കും ഒമാ ഗവ എന്ന ഈ ആയത്ത് ഓതിയിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ അയാൾക്ക് എന്താ അതിൽ മനസ്സിലാകാത്തതുള്ളത്? ഇവിടെ സാഹിബ് നിങ്ങളുടെ ആൾ എന്നതുകൊണ്ട് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഴി തെറ്റിയിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായ വഴിയിലാണുള്ളതെന്നാണല്ലോ ഏതൊരു സാമാന്യ ബുദ്ധിക്കും മനസ്സിലാവുക. ഇനി ഇത് പറയേണ്ടി വന്ന സാഹചര്യം എന്താണ് എന്ന് അയാൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ കൂടുതൽ അയാൾക്ക് ആ കാര്യം ബോധ്യമാവും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികളുടെ ആക്ഷേപത്തിനുള്ള മറുപടി ആയിട്ടാണ് ഇത് അവതരിച്ചിട്ടുള്ളത് എന്നവർ മനസ്സിലാക്കുമ്പോൾ അത് ഖുർആനിൻ്റെ വിശദീകരണങ്ങൾ, തഫ്സീറുകളൊക്കെ പരതാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇത് കൂടുതൽ ബോധ്യമാവുകയാണ് ചെയ്യുക. ഇവിടെ ജബ്ബാർ പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ജബ്ബാറിന് സാമാന്യ ബുദ്ധി പോലും ഇല്ല. കാരണം ജബ്ബാർ തന്നെ ഉദ്ധരിക്കുന്ന ഈ ഖുർആൻ വ്യാഖ്യാനങ്ങൾ മുഴുവനും വായിച്ചിട്ടും ഇതെന്താണെന്ന് ജബ്ബാറിന് മനസ്സിലായിട്ടില്ല എന്നാണല്ലോ ജബ്ബാർ പറയേണ്ട പൊരുൾ. അപ്പോൾ ജബ്ബാറിന് സാമാന്യ ബുദ്ധി പോലും ഇല്ല എന്നുള്ളത് ജബ്ബാർ സ്വയം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം സംസാരിക്കുന്നില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന വഹയാണ് അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതും സംഗതി അങ്ങനെ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൃഷ്ടിയാണ് എന്നാണ് അന്നത്തെ എതിരാളികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിൻ്റെ എതിരാളികൾ പറഞ്ഞിരുന്നതെങ്കിൽ, ഇന്ന് ജബ്ബാറിനെ പോലുള്ള എതിരാളികളും പറയുന്നത് തന്നെയാണ് ഖുർആൻ മുഹമ്മദ് സ്വന്തം ഉണ്ടാക്കിയതാണ്. പക്ഷെ ഖുർആൻ ആ സംഗതി ഇവിടെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മുഹമ്മദ് സ്വന്തം പറയുന്നതല്ല, അദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ച് പറയുന്നതല്ല. ഹവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യൻ്റെ താല്പര്യമാണ്, അവൻ്റെ ആഗ്രഹം, അവൻ്റെ താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പണ്ട് ജീവിതത്തിൽ പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രവാചകനാവണം എന്ന് അങ്ങനെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവോ? ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്ന് മാത്രമല്ല, വഹി ലഭിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ അനുഭവം തന്നെ വിളിച്ചോതുന്നത്. ഇത് പ്രതീക്ഷിച്ചിരുന്നൊരു മനുഷ്യനാണെങ്കിൽ വഹി കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം സന്തോഷിച്ച് തുള്ളിച്ചാടി നടക്കുകയാണ് വേണ്ടിയിരുന്നത്. അതിന് പകരം എന്താണ് ഈ സംഭവം എന്ന് തനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള വിഷമവും ബേജാറും അത് തിരുത്തി കൊടുക്കുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ പണ്ഡിതനായിരുന്ന വയോവൃദ്ധനായിരുന്ന ജബ്ബാർ പറയുന്നത് മുഹമ്മദിൻ്റെ കൂട്ടുകാരെന്ന വറഖത്ത് ബിൻ നൗഫലിനെ പറ്റി. യഥാർത്ഥത്തിൽ വറഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വറഖത്തുമായിട്ട് നേരത്തെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഖദീജ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാരനായിരുന്നു വറഖത്ത്. ആ നിലക്ക് ചിലപ്പം അദ്ദേഹം കേട്ടിട്ടുണ്ടാവാം, അറിഞ്ഞിട്ടുണ്ടാവാം. എന്നല്ലാതെ വറഖത്തുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിലൊരു ബന്ധവും പുലർത്തിയതായിട്ട് ചരിത്രത്തിലെവിടെയും നമ്മൾക്ക് വായിക്കാൻ കഴിയില്ല. ഖദീജ റളിയല്ലാഹു അൻഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വറഖത്തിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. എന്തിനാണ്? വറഖത്തിന് പൂർവ്വവേദങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എന്താണ് ഈ സംഗതി എന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം വറഖത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടുള്ളതും. വറഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് മൂസാ നബി അലൈഹി സ്വലാമിന് വന്നിട്ടുള്ള അതേ ദൂതനാണ് താങ്കൾക്ക് വന്നിട്ടുള്ളത്, താങ്കൾ പ്രവാചകനാണ്, ഈ സമൂഹത്തിലേക്ക് നിയുക്തനായിട്ടുള്ള പ്രവാചകനാണ് എന്ന് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ്? പൂർവ്വവേദങ്ങളിൽ നിന്ന് അദ്ദേഹം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൊരു പ്രവാചകൻ്റെ നിയോഗം വരാനിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ആ പ്രവാചകനാണ് ഇദ്ദേഹം എന്ന് അദ്ദേഹം മനസ്സിലാക്കി, ആര്? വറഖത്ത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് താങ്കളുടെ സമൂഹം ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും, അന്ന് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനുണ്ടാവും താങ്കളുടെ സഹായിയായിട്ട്. ഇത്രത്തോളം ഭാവിയിൽ വരാൻ പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടിൽ നിന്ന് ജനം ബഹിഷ്കരിക്കുന്നൊരു ഘട്ടം പോലും സംഭവിക്കാൻ പോകുന്നു എന്ന് വറഖത്ത് മനസ്സിലാക്കിയത് എവിടെ നിന്നാണ്? അത് പ്രവാചകന്മാർ പൊതുവിൽ അനുഭവിച്ചിട്ടുള്ള അനുഭവമാണ് ബഹിഷ്കരണം, നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇത് അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. അവ മുഖരിജീയഹും, അവരെന്നെ പുറത്താക്കുമെന്നാണോ എന്ന് നബി ചോദിക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായതുകൊണ്ട് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളല്ലേ അങ്ങനെയൊക്കെ എഴുതി ഉണ്ടാക്കേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇവരുടെ ആക്ഷേപത്തിന് മറുപടിയായി പറഞ്ഞത് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഇതും ഒരു സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്നൊരു സംഗതിയേ ഉള്ളൂ. അപ്പോൾ ജബ്ബാർ ഇത് സാമാന്യ ബുദ്ധി, കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞാൽ ജബ്ബാറിന് കോമൺ സെൻസ് ഇല്ല എന്ന് അദ്ദേഹം സ്വയം സമ്മതിക്കുന്നു എന്ന് മാത്രമേ ഇതിൽ നിന്ന് നമ്മൾക്കൊക്കെ ഏതൊരു വായനക്കാരനും അല്ലെങ്കിൽ ഏതൊരു ശ്രോതാവിനും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ജബ്ബാർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ജബ്ബാറിനെ പോലുള്ള ആളുകൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഈ കോമൺ സെൻസ് ഉണ്ടാക്കിയെടുക്കാനാണ് എന്നുള്ളതാണ് അത്തരക്കാരോട് നമ്മൾക്ക് പറയാനുള്ളത്. ഇത് ഖുർആനിൻ്റെ കുറ്റമല്ല, സ്വന്തം കുറ്റമായിട്ട് അവർ അംഗീകരിക്കുകയാണ് വേണ്ടത്.